ഇത് ഞാൻ നവംബർ 2nd വീക്കിൽ എൻ്റെ പുതിയ ഫോണായിട്ടുള്ള iPhone 16 Pro Max ലുലു മാളിലെ ഇമാജിനിൽ നിന്ന് വാങ്ങിച്ചിട്ട് എൻ്റെ ചേച്ചിയുടെ ട്രീറ്റ് ആയിരുന്നു കേട്ടോ. നമ്മുടെ ലുലു ഫുഡ് കോർട്ടിലെ പാരഗണിൽ നിന്ന്. അപ്പോൾ അവരുടെ മെനു ഒക്കെ നോക്കി ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഐറ്റംസ് ഞങ്ങൾ ഇന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ സൂപ്പിൽ ഓർഡർ ചെയ്തത് ഇവരുടെ മുരിങ്ങ നാടൻ മട്ടൻ സൂപ്പാണ് കേട്ടോ. ആ മുരിങ്ങയുടെയും കുരുമുളകിൻ്റെയും മട്ടൻ്റെയും ഫ്ലേവറാണ് കൂടുതലും എൻഹാൻസ് ചെയ്ത് നിന്നത്. നല്ലൊരു സൂപ്പായിരുന്നു. നമ്മൾ 1/2 ആണ് കേട്ടോ പറഞ്ഞത്. അതിനുശേഷം സ്റ്റാർട്ടേഴ്സിൽ എന്താണ് വെറൈറ്റി എന്ന് നോക്കിയപ്പോൾ ഹൂട്ടർ വിങ്സ് എന്ന് പറയുന്ന ഒരു ഐറ്റം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു വെറൈറ്റി ആണല്ലോ എന്ന് കരുതി അത് ഓർഡർ ചെയ്തു. സംഭവം നല്ല രീതിയിൽ തന്നെ ഇഷ്ടമായി. ഒരു ചൈനീസ് സോസിൻ്റെ ഫ്ലേവറൊക്കെ വരുന്ന അടിപൊളി ഐറ്റമാണ്. ഇതിൽ 6 പീസ് വിങ്സ് ആണ് കേട്ടോ വരുന്നത്. അത്യാവശ്യം നല്ല വലിയ വിങ്സ് തന്നെയാണ്. ആ സോസ് ഉണ്ടല്ലോ അടിപൊളിയാണ്. ടൊമാറ്റോയുടെ ഫ്ലേവറാണ് കേട്ടോ കൂടുതലും വരുന്നത്. ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓർഡർ ചെയ്ത് കുറേ നേരം കഴിഞ്ഞിട്ട് ഫുഡ് എത്തുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒരു 10 മിനിറ്റിൽ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവരുടെ മട്ടൻ ബിരിയാണിയാണ്. ഭയങ്കര ഫേമസ് ആണല്ലോ നമ്മുടെ പാരഗണിലെ ബിരിയാണി. അപ്പോൾ ഞാനൊരു ചിക്കൻ ബിരിയാണി സ്മോൾ പോർഷനും പിന്നെ ഒരു റെഗുലർ ആയിട്ടുള്ള മട്ടൻ ബിരിയാണിയാണ് പറഞ്ഞിട്ടുള്ളത്. അതിലെ മട്ടൻ പീസൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു. ഫ്ലേവർ എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഹൈപ്പിനൊത്ത ടേസ്റ്റ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. പിന്നെ ഇവിടുത്തെ മെയിൻ കോഴ്സ് മെനുവിലുള്ള വേറൊരു ഐറ്റമാണ് കുരുമുളകിട്ട ചിക്കൻ റോസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം. ഇതാണ് നല്ല ഗ്രീൻ കളറിലൊക്കെയാണ് ഇതിൻ്റെ കറിയൊക്കെ ഇരിക്കുന്നത്. പിന്നെ നല്ല അടിച്ച വലിയ പൊറോട്ടയുണ്ട്. ഒരു 4-5 പീസ് ഉണ്ടായിരുന്നു കേട്ടോ കറിയിൽ. പൊറോട്ട ഉണ്ടല്ലോ എടുത്ത് പറയണം കേട്ടോ, നല്ല സോഫ്റ്റ് ആയിരുന്നു. ആ കറിയുടെ ഒപ്പമുള്ള കോമ്പിനേഷനും നൈസാണ്. അപ്പോൾ നിങ്ങൾ ബിരിയാണി അല്ല വാങ്ങുന്നത്, ഇപ്പോൾ എന്തെങ്കിലും ഇതുപോലത്തെ ഐറ്റം ആണെങ്കിൽ നിങ്ങൾ ഈ ചിക്കൻ റോസ്റ്റ് എന്തായാലും പറഞ്ഞോ, പേര് മറക്കണ്ട, കുരുമുളകിട്ട ചിക്കൻ റോസ്റ്റ് എന്നാണേ. പിന്നെ ഈ പൊറോട്ടയും പറഞ്ഞോളൂ കേട്ടോ. പിന്നെ നിങ്ങൾ ചിക്കൻ ബിരിയാണിയാണ് ഓപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടുത്തെ ലഗോൺ ചിക്കനാണ് വരുന്നത് ഇവിടുത്തെ ബിരിയാണിയിൽ. അതും നൈസാണ്. എനിക്ക് ലഗോൺ ചിക്കൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു. റൈസിലൊക്കെ ഫ്ലേവർ അങ്ങ് അകത്ത് വരെ പിടിച്ചിട്ടുണ്ട്. ഈ കോഴിക്കറിയിൽ ഉണ്ടായിരുന്ന ചിക്കൻ പീസും നല്ല സോഫ്റ്റാണ്. എല്ലുള്ള പീസ് വളരെ കുറവായിരുന്നു. കൂടുതലും നല്ല പീസൊക്കെയുള്ള ചിക്കൻ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ലഗോൺ ചിക്കൻ ബിരിയാണിയാണ് കഴിച്ച് നോക്കിയത്. 2 ബിരിയാണിയിലും ഏത് കൊള്ളാമെന്ന് ചോദിച്ചാൽ കൺഫ്യൂഷനാണ്. രണ്ടും തന്നെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഈ സ്മോൾ പോർഷൻ ചിക്കൻ ബിരിയാണിയിൽ തന്നെ ഒരു നോർമൽ പീസും പിന്നെ നമ്മുടെ ലെഗ് പീസുമാണ് വരുന്നത്. ഞാൻ പൊതുവേ ബിരിയാണി കഴിക്കുമ്പോൾ ബിരിയാണി മാത്രമായിട്ടാണ് കഴിക്കുന്നത്. ആ ഒപ്പമുള്ള അക്കമ്പനിമെൻറ്റ്സ് ആയിട്ടുള്ള സലാഡും നമ്മുടെ ഈ പിക്കിൾസൊന്നും കഴിക്കാറില്ല. പക്ഷെ ചമ്മന്തി കിട്ടുമ്പോഴൊക്കെ അപൂർവം കടകളിലെ ട്രിവാൻഡ്രത്ത് ചമ്മന്തി കിട്ടുകയുള്ളൂ. അപ്പോൾ ചമ്മന്തിയൊക്കെ കിട്ടുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും അതും കൂട്ടി കഴിക്കാറുണ്ട്. പിന്നെ ഇവിടുത്തെ സലാഡും കൊള്ളായിരുന്നു. പിക്കിൾസ് ഞാൻ പിന്നെ തൊടാറേ ഇല്ല. പപ്പടം എന്തായാലും കൂട്ടി കഴിച്ചിരിക്കും. പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൽ കുറച്ച് ബാലൻസ് നമ്മൾ പാഴ്സൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ചിക്കൻ റോസ്റ്റും പൊറോട്ടയും പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡെസേർട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഞാൻ ഓർഡർ ചെയ്തത് വൈറ്റ് ചോക്ലേറ്റ് ബ്ലോണ്ടിയാണ് കേട്ടോ. വിത്ത് വാനില ഐസ്ക്രീമാണ്. പുറത്ത് ആ ചെറിയൊക്കെ ടോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ലുലു മാളിൽ നിന്ന് കഴിച്ച ഡെസേർട്സിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഐറ്റമായിട്ട് മാറി കേട്ടോ. ആ ബ്ലോണ്ടിയുടെ ഫ്ലേവറൊക്കെ അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് ആ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ, അതും വാനില ഐസ്ക്രീമിൻ്റെ ഒപ്പം വരുമ്പോൾ പെർഫെക്റ്റ് ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ അമ്മ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഇവിടുത്തെ ഒരു ബ്രൗണി കസ്റ്റേർഡ് ക്രീം. വൈറ്റ് ചോക്ലേറ്റ് ബ്ലോണ്ടി ഞാൻ ആർക്കും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോലും കൊടുക്കാതെ ഒറ്റ ഇരിപ്പിന് മൊത്തവും കഴിച്ച് തീർത്തേ. പിന്നെ ചേച്ചി ഇളനീർ പായസം കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് തണുപ്പാണോ ചൂടാണോ എന്നറിയില്ല, ഞാനത് ടേസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. കസ്റ്റേർഡ് ഞാൻ കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്തേ. ഇവിടെ പല ടൈപ്സിലുള്ള ഡെസേർട്ട്സ് ഉണ്ട്. അടുത്ത തവണ പോകുമ്പോൾ ഞാൻ അവിടുത്തെ ഏതെങ്കിലുമൊക്കെ ഡെസേർട്ട്സ് കൂടെ ഒന്ന് ട്രൈ ചെയ്യാം. വീട്ടിൽ വന്ന് ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രിത്തെ ഫുഡ് കഴിക്കാൻ ടൈമായപ്പോൾ നമ്മുടെ കാലടിയിൽ നിന്ന് കരമനയിലോട്ട് പോകുന്ന റോഡിലുണ്ടല്ലോ, റൈറ്റ് സൈഡിൽ നമ്മുടെ മഹാദേവ ക്ഷേത്രത്തിനടുത്തിരിക്കുന്ന നമ്മുടെ ഒരു അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ ഒരു തട്ടുകടയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ദോശയും പുറത്തൊരു സ്പെഷ്യൽ മസാലയൊക്കെ ഇട്ട് തരുന്ന അപ്പൂപ്പൻ്റെ ഒരു ഓംപ്ലേറ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കഴിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് രാത്രിത്തെ ഫുഡും അതാണേ.
വൈകുന്നേരം ഒരു 6 മണി തൊട്ട് രാത്രി 10 മണി വരെ കട ഓപ്പൺ ആയിരിക്കും എന്നാണ് കേട്ടോ എൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ ഇതുവഴി പാസ് ചെയ്ത് പോകുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയും കടയിൽ വന്നിട്ടൊന്ന് ഓംപ്ലേറ്റോ ദോശയൊക്കെ കഴിച്ചെങ്കിൽ നന്നായിരുന്നു. തട്ടുകടയുടെ ഓംപ്ലേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു സ്പെഷ്യലാണല്ലേ. തട്ടുകടയിലെ ദോശയും ചമ്മന്തിയും ഓംപ്ലേറ്റും എല്ലാം തന്നെ ഒരു അടിപൊളി സ്പെഷ്യൽ ഐറ്റമാണ്. ഇവിടെ പോയി കഴിച്ചിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് സെക്ഷനിലൊന്ന് പറയുക. ഇതുവരെ പോയിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് പോയാൽ നിങ്ങൾക്ക് അവിടെ പോയി ഇരുന്ന് കഴിക്കേണ്ട സ്ഥലമൊന്നുമില്ല. വണ്ടിയിലിരുന്നോ അതോ നിന്നോ കഴിക്കാം കേട്ടോ. എൻ്റെ വീട് അവിടെ നിന്ന് അടുത്തായതുകൊണ്ട് ഞാൻ പാഴ്സൽ മേടിച്ചുകൊണ്ടാണ് പോയത്. ദോശയും ചമ്മന്തിയും രസവടയും ഓംപ്ലേറ്റൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. പപ്പടവും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ഈ ദോശയുടെ നടുക്ക് കുറച്ച് മുളകും ചമ്മന്തിയും കൂടി ഇങ്ങനെ തേച്ച് വെച്ച് തരും. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഓംപ്ലേറ്റ്. ഒരു 3 ഓംപ്ലേറ്റാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രസവടയൊക്കെ ഒരു പ്ലേറ്റിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദോശ എടുത്തിട്ടുണ്ട്. ഞാനൊരു 3 ദോശ എടുത്തു, ഒരു ഓംപ്ലേറ്റ് എടുത്തു, ഒരു പപ്പടം എടുത്തു, പിന്നെ ഒരു രസവടയും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചമ്മന്തിയും മുളക് കറിയും ഉണ്ട്. ഇത് എല്ലാം കൂടെ കൂട്ടി കുഴച്ച് കഴിക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടുന്നത്. ഇത് ഓരോന്നായിട്ട് ദോശ പിച്ച് മുക്കി കഴിക്കാൻ മാത്രമുള്ള കട്ടിയൊന്നും കറിക്കില്ല. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിച്ച് നോക്കണം. അപ്പോഴാണ് തട്ടുകടയുടെ ആ ഒറിജിനൽ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുപോലെയുള്ള ഫുഡ് വ്ളോഗ് വീഡിയോസൊക്കെ കാണാനായിട്ട് നമ്മുടെ ഹംഗ്രി ഗസ് എന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ചാനലിൻ്റെ പേര് ട്രിവാൻഡ്രം ടേസ്റ്റസ് എന്നാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം.